ജിഷ്ണുവിന്റെ മരണം, ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനി പീഡനം എന്നിവയുടെ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുന്നതിൽ വീഴ്ച വരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. നെഹ്റു കോളേജ്, ടോംസ് കോളേജ് എന്നിവിടങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ച് കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പും AICTയുമാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ജനുവരി 19-ന് AICT കത്തയച്ചെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ല. AICT അയച്ച കത്തിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് കിട്ടി. വിശദാംശങ്ങളുമായി അസ്ലമുണ്ട്. അസ്ലം, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്? എന്തുകൊണ്ടായിരിക്കാം സംസ്ഥാന സർക്കാർ ഇതിന് കൃത്യമായി മറുപടി നൽകാൻ മടിച്ചത്? അഷ്റഫ്, അടുത്ത കാലങ്ങളായി ഏറ്റവും കൂടുതൽ വിവാദമായ രണ്ട് സംഭവങ്ങളാണ് സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട്. ഒന്ന്, പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയുടെ മരണവും അതോടൊപ്പം തന്നെ കോട്ടയം മറ്റക്കര ടോംസ് കോളേജിൽ നടന്ന വിദ്യാർത്ഥി പീഡനവും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ കേന്ദ്രത്തിന്, കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിനും അതോടൊപ്പം തന്നെ AICTയും ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇത് രണ്ട് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. ഇവയുടെ അഫിലിയേഷൻ റദ്ദാക്കുന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിർണായക തീരുമാനമെടുക്കാൻ കഴിയേണ്ടത് AICTയും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പുമാണ്. അതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ചുള്ള പരാതികൾ ഉയരുകയും വാർത്തകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനുവരി 19-19/17 AICT മുഖേന കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിന് കത്തയച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് കേരള, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്ന അഡ്രസ് ചെയ്തുകൊണ്ടാണ് അയച്ചിരിക്കുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യം, ജിഷ്ണു പ്രണോയുടെ മരണം സംബന്ധിച്ചും അവിടെ നടന്ന വിദ്യാർത്ഥി പീഡനം സംബന്ധിച്ചും പരാതികൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റക്കര ടോംസ് കോളേജിൽ സംബന്ധിച്ച് അവിടെ നടന്ന വിദ്യാർത്ഥി, പ്രത്യേകിച്ച് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ മറ്റക്കര ടോംസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതായത് അവിടെ നടന്ന ലൈംഗിക പീഡനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ പീഡനത്തിനിരയായ സംഭവത്തെക്കുറിച്ചും പരാതികൾ വന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് തീരുമാനമെടുക്കുന്നതിന്റെ ഭാഗമായി ഓണറബിൾ HRM, അതായത് മാനവ വിഭവശേഷി വകുപ്പ്, കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് തേടുന്നു എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഗെറ്റ് ദ റിപ്പോർട്ട് ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ ദിസ് മാറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് 19/1 തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട്, സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് മാർച്ച് 2-ാം തീയതി ആയിട്ട് പോലും ഇന്ന് വരെയും കേന്ദ്രത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് നൽകിയില്ല. റിപ്പോർട്ട് നൽകുന്ന ഇത്രയും ഗുരുതരമായ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വലിയൊരു വീഴ്ച തന്നെ വരുത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അവർ ഇതുവരെയും റിപ്പോർട്ട് നൽകിയിട്ടില്ല, അതുകൊണ്ടാണ് വൈകുന്നത്, അല്ലെങ്കിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുമെന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് നൽകുന്നത്. 19/1 ജനുവരി 19-ന് വന്ന അല്ലെങ്കിൽ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് ഇവിടെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ സംബന്ധിച്ച് വരികയും AICTയും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാല ടോംസ് കോളേജ് അന്വേഷിക്കുകയും ജിഷ്ണു പ്രണോയുടെ സംഭവം നടന്ന നെഹ്റു കോളേജ് സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് റിപ്പോർട്ടുകൾ വന്നിട്ട് പോലും ഇതെല്ലാം സമാഹരിച്ചുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് അയച്ചില്ല എന്നുള്ളത് വളരെയധികം ഗുരുതരമായ ഒരു പിഴവായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. മാത്രമല്ല, കെ രാജൻ ഉണ്ട്, മറ്റക്കര ടോംസ് കോളേജ് ആക്ഷൻ കൗൺസിൽ ചെയർമാനാണ്. ശ്രീ രാജൻ, കേന്ദ്ര സർക്കാർ AICT ഈ റിപ്പോർട്ട് ചോദിച്ച് ഏതാണ്ട് 1.5 മാസം 2 മാസത്തോളമായിട്ടും സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ട് നൽകാതിരിക്കാനുള്ള കാരണം എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിലെ കാരണം എന്ന് പറയുന്നത്, മുമ്പ് മുതലുള്ള ഒരു ആരോപണമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന് മുമ്പ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ CBCIDയുടെ ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നായിരുന്നു. അത് അച്യുതാനന്ദന്റെ ശേഷം ഉമ്മൻചാണ്ടി വന്നപ്പോൾ ആ എൻക്വയറി റിപ്പോർട്ട് അട്ടിമറിച്ചു. അന്ന് മുതലേ ഈ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുവെ സംശയമുണ്ട്. സർക്കാരിന് ഈ ടോംസ് കോളേജിനോടുള്ള നിലപാടില്, അത് കോളേജ് ഉടമയോടുള്ള നിലപാടിലും അന്ന് മുതലേ സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാവും ഈ സർക്കാരിന്നാണ് ഇന്ന് ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും ഇതിലൊന്നും ഒരു വ്യത്യാസം വരാനും പോകുന്നില്ല. ഈ ടോംസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം വാസ്തവമാണ്. കാരണം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണത്തിന് മേതെ പരുന്തും പറക്കില്ല എന്ന്. ആ പണത്തിന് മേതെ പരുന്ത് പറക്കില്ല, അതുകൊണ്ടാണ് നടപടി ഉണ്ടാവാത്ത. ഇനിയൊട്ട് നടപടി ഉണ്ടാവാനും പോകുന്നില്ല. കാരണം ഞാൻ 2004 മുതൽ അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളുള്ളതാണ്. നിരവധി പരാതി അയർക്കുന്നം പോലീസ് സ്റ്റേഷനിലും മറ്റേ ഈ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിലും നിരവധി പരാതികളുള്ളതാണ്. ആ പരാതികളിൽ ഒന്ന്, ക്രൈംബ്രാഞ്ചിന്റെ പരാതിയിൽ KD ഗിരിജ എന്ന് പറയുന്ന ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളുടെയും ഭർത്താവിന്റെയും മരണത്തിന് ഉത്തരവാദിത്വം ടോം ടി ജോസഫ് സാറിനാണെന്ന്. എന്നിട്ട് എന്ത് നടപടി ഉണ്ടായി? 5 ദുരൂഹ മരണങ്ങൾ ആ സ്ഥാപനത്തിൽ നടന്നില്ലേ? ആ ദുരൂഹ മരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം നടന്നോ? ഒരു അന്വേഷണം നടന്നിട്ടില്ല. 100 കണക്കിന് പെൺകുട്ടികളുടെ പരാതികൾ ഇന്നും കെട്ടിക്കിടക്കുകയാണ്. അതെല്ലാം പോലീസ് കൈക്കൂലി വാങ്ങിച്ച്
അല്ലെങ്കിൽ ഉന്നതത്തിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇതെല്ലാം കുഴിച്ചുമൂടി ഇനി ഉണ്ടാവുന്ന പരാതികളും കുഴിച്ചുകൂടപ്പെടുകയുള്ളൂ. ടോം ടി ജോസഫിനെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. അത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. അത് ഇടതൻ ഭരിച്ചാലും വലതൻ ഭരിച്ചാലും ആര് ഭരിച്ചാലും. രാജൻ, സംസ്ഥാന സർക്കാരിനോട് AICTE റിപ്പോർട്ട് ചോദിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പരാതി. ഈ ഒരു വിഷയത്തെ ഇനി എങ്ങനെ നേരിടാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്? 17/1/2017 ഈ ലെറ്റർ അയച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മാനവവിഭവശേഷി മന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ് AICTE ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിന്റെ A to Z എല്ലാ കാര്യങ്ങളും അറിയാം. ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണല്ലോ നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിനടുത്ത് ഓരോ വ്യക്തികൾ കൊടുത്തിരിക്കുന്ന പരാതി, ഓരോ കുട്ടികളായിട്ട് അദ്ദേഹം ചോദിച്ചറിഞ്ഞ് പരാതിയുടെ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ട്. ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എന്ത് നടക്കും എന്നുള്ളത് ഞങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തിനും വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഓരോ പരാതികളിലെ കോപ്പി കൊടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ജസ്റ്റിസ് B. ശ്രീദേവിയുടെ ഫൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ എൻക്വയറി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികളിലും പരാതിയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികളും വ്യക്തിപരമായി അദ്ദേഹത്തെ കണ്ട് നേരിൽ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രീതിയിൽ നടത്തിയ എൻക്വയറി ഉണ്ട്. അപ്പോൾ ഇതിന്റെ A to Z അദ്ദേഹത്തിന് എല്ലാം അറിയാം. ഇത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ മനസ്സില്ല, കൊടുക്കുന്നില്ല. കാരണം എപ്രകാരമെങ്കിലും ടോം രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ടോം രക്ഷപ്പെടണം എന്ന് എല്ലാവർക്കും നിർബന്ധമുള്ളതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ ആൾക്കാർക്കും ടോം എപ്രകാരമെങ്കിലും രക്ഷപ്പെട്ടു പോകണം. അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു പൂഴിമണ്ണ് പോലും വീഴാൻ ഇവിടുത്തെ ഒരു നേതാവും സമ്മതിക്കില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് 2004 മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിൽ ശക്തമായിട്ടുള്ള നടപടികൾ, നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. അത് യാതൊരു സംശയമില്ല. നിയമത്തിൽ ഞങ്ങൾ 19 കേന്ദ്ര സർക്കാർ ചോദിച്ച റിപ്പോർട്ടാണ്, ഇതുവരെ നൽകിയിട്ടില്ല. സ്വാഭാവികമായും സാങ്കേതിക സർവകലാശാലയുടെ റിപ്പോർട്ട് വേണം. അത് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർ പരിശോധിക്കണം. അത്തരം ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും പാലിക്കുന്നതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാലതാമസമായി കണ്ടാൽ മതിയോ ഇത്? അഷ്റഫ്, അത്തരത്തിൽ ഒരു കാലതാമസമായി മാത്രം കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ തന്നെ നിരവധി റിപ്പോർട്ടുകൾ സാങ്കേതിക സർവകലാശാല വഴി തേടിയിട്ടുണ്ട്. നിരവധി അന്വേഷണ സംഘങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പോവുകയും 2 കോളേജുകളിലെയും പരാതികൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ അവർ തയ്യാറാക്കുകയും സംസ്ഥാന സർക്കാരിന് കൈമാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിനെല്ലാം സമാഹരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പിനും AICTEക്കും നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കോളേജുകളുടെ അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ AICTE തന്നെ ഒരു കൃത്യമായ തീരുമാനമെടുക്കുന്നതിൽ ഒരുപക്ഷെ എത്തിയനെ. കാരണം പ്രത്യേകിച്ച് AICTE തന്നെ നേരിട്ട് ഈ പരാതിക്കാരും അതോടൊപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാം സമീപിക്കുകയും ഈ കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു തീരുമാനത്തിലേക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാനെങ്കിലും തയ്യാറാവണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാല എവിടെയുണ്ട്, സാങ്കേതിക സർവകലാശാല റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്ന റിപ്പോർട്ടായിരിക്കും വളരെയധികം ആധികാരികതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കിട്ടാതെ കേന്ദ്രത്തിന് പോലും ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. ഷാജർ ഖാൻ കൂടി ചേരുന്നുണ്ട്, വിദ്യാഭ്യാസ പ്രവർത്തകൻ. ഷാജർ ഖാൻ, AICTE റിപ്പോർട്ട് ചോദിച്ചത് മറ്റക്കര ടോംസ് കോളേജിലെ സംഭവത്തെക്കുറിച്ചും ജിഷ്ണു പ്രണോയുടെ മരണത്തിനിടയാക്കിയ നെഹ്റു കോളേജിലെ തുടർ സംഭവങ്ങളെക്കുറിച്ചുമായിരുന്നു. ഇത് രണ്ടും സംസ്ഥാന സർക്കാർ 2 മാസത്തോളമായിട്ടും ഈ 2 കാര്യത്തിലും റിപ്പോർട്ട് നൽകുന്നില്ല. സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ AICTE റദ്ദാക്കിയേക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത സംസ്ഥാന സർക്കാരിൻ്റെ ഈ മെല്ലപ്പോക്ക് നയത്തിന് പിന്നിലുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഇത് വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് സർക്കാർ ഇപ്പോൾ കാട്ടിയിരിക്കുന്നത്. 19/1/2017 AICTE ഈ കത്ത് അയക്കുന്നത്. അന്ന് ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് HRD ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഈ 2 സംഭവങ്ങളെയും സംബന്ധിച്ച് ജിഷ്ണുവിന്റെ കൊലപാതകം അല്ലെങ്കിൽ ജിഷ്ണുവിന്റെ മരണം, ആത്മഹത്യ എന്നാണ് പറയുന്നത്, ജിഷ്ണുവിന്റെ ആത്മഹത്യയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ടോംസ് കോളേജിലെ ലൈംഗിക പീഡനങ്ങളെ കുറിച്ചും എന്ന് പറയുന്നത്, ലൈംഗിക പീഡനങ്ങളെ സംബന്ധിച്ചും ഉള്ള ഒരു റിപ്പോർട്ട് അടിയന്തരമായി AICTEക്ക് നൽകണം. അറ്റ് ദ ഏർലിയസ്റ്റ് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം ആവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തോട് ശ്രീനിവാസ് സാറിനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് മറുപടി അയച്ചാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇതുവരെ അയച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെയും ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ഇത് അയച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ തിരിച്ചു വരാം. SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്സി തോമസ് കൂടി ചേരുന്നു. ജയ്ക്ക, 2 സംഭവങ്ങൾ കേരളത്തിൽ സമീപകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ ചർച്ചയായ സംഭവമായിരുന്നു ജിഷ്ണു പ്രണോയുടെ മരണം. ആ സ്ഥാപനത്തിനെതിരെ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ കുറ്റക്കാരായ ആളുകൾ
ക്കെതിരെ അവരെ അറസ്റ്റ് ചെയ്യുന്നത് പോലുള്ള നടപടികൾ വേണമെന്ന് ബന്ധുക്കൾ തന്നെ ആവശ്യപ്പെട്ട് സമരത്തിനിറങ്ങിയിരിക്കുന്നു. രണ്ടാമത്തത് മറ്റക്കര ടോംസ് കോളേജിൽ വലിയ വിദ്യാർത്ഥി പീഡനം അവിടെ നടന്നു. ഈ രണ്ട് കാര്യത്തിലും AICTE റിപ്പോർട്ട് ചോദിച്ചിട്ട് സംസ്ഥാന സർക്കാർ 2 മാസമായി അത് നൽകുന്നില്ല. എന്താണ് റിപ്പോർട്ട് കൊടുത്താൽ ഉണ്ടാകുന്ന എന്ത് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പേടിക്കുന്നത്? എന്താണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു മെല്ലപ്പോക്കുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യം? ജയ്ക്ക് ഒരു ന്യായവും കാണുന്നില്ല. കാരണം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മുമ്പും ഇതേപോലെ ജിഷ്ണു പ്രണോയുടെ ആത്മഹത്യക്ക് സമാനമായി സംഭവിച്ചു എന്നായിരുന്നു രജനീയ സ്ഥാനത്തിന്റെ ആധിപത്യം. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്നും ഫീസ് അടച്ചില്ല എന്ന കാരണം പറഞ്ഞിട്ടായിരുന്നു രജനീയ സ്ഥാനത്തിനെ ഇറക്കി വിടുന്നത്. പക്ഷെ അന്ന് ഇതേപോലെ സമാനതകളിൽ അതൊരു വിദ്യാർത്ഥി സമരം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നപ്പോൾ അത് അവസാനിച്ചത് ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനെ നിയോഗിച്ചിരുന്നത് മാത്രമായിരുന്നു. IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ മേധാവികൾക്കെതിരെ ഇതേപോലെ ബോധപൂർവമല്ലാത്ത നരഹത്യക്കെങ്കിലും ശക്തമായ ഒരു കേസെടുക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ആ കേസെടുക്കാൻ തന്റെ ഇടം കാണിച്ചത് ഈ സർക്കാരാണ്. ആ സ്ഥാപനത്തിന്റെ തന്നെ 1-ാം പ്രതിയും ഇത്ര കണ്ട് ബൃഹത്തായ വിദ്യാഭ്യാസ സമ്പത്തിന്റെ ഉടമ കൂടിയായിട്ടുള്ള ശ്രീ കൃഷ്ണദാസിനെ 1-ാം പ്രതിയാക്കി കേസെടുക്കാൻ തന്റെ ഇടം കാണിച്ചത് ഈ സർക്കാരാണ്. പിന്നെ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ അതിലെ മുഴുവൻ പ്രതികളും സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്ന അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ റിമാൻഡിൽ അകപ്പെടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. ഞങ്ങൾക്ക് മികച്ച പ്രത്യാശയാണ് ആ വിഷയത്തിലുള്ളത്. ഇതിന്റെ രണ്ടാമത്തെ വിഷയം AICTEക്ക് നൽകിയ റിപ്പോർട്ടിനെ AICTEക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയും പ്രകാരം എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകാത്തത് എന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ഉയർന്നു വരുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ നിരന്തരമായി വിദ്യാഭ്യാസ വകുപ്പും അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന കൂടിയാണ് SFI. ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് രേഖാമൂലം അറിയിച്ചത് ഫെബ്രുവരി മാസം 28-ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ സെക്രട്ടറി തന്നെ AICTE പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും താങ്കളുടെ കോൾ തിരിച്ചു വരാം. VS ജോയ് KSU സംസ്ഥാന അധ്യക്ഷൻ VS ജോയ് ഉണ്ട്. ശ്രീ ജോയ്, സംസ്ഥാന സർക്കാർ കർശന നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നുവെന്നാണ് ജയ്ക്ക പറയുന്നത്. ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയായിട്ടും നെഹ്റു കോളേജ് ചെയർമാനെ 1-ാം പ്രതിയാക്കി അതിൽ കേസെടുത്തു. അതിൽ ഒന്നും സംസ്ഥാന സർക്കാരിന് ഒത്തുതീർപ്പുണ്ടാക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ട റിപ്പോർട്ട് വൈകുന്നത് നടപടിക്രമങ്ങളിലെ വീഴ്ച മൂലം മാത്രമാണെന്ന് വിശ്വസിക്കാനാകുമോ? തീർച്ചയായും. അതായത് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ആദ്യ ഘട്ടങ്ങൾ മുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തികഞ്ഞ അലംഭാവുണ്ടായി. ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്തു. അടുത്ത മണിക്കൂറിൽ ഉത്തരവാദികളായവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുത്തില്ല. 45 ദിവസം കഴിഞ്ഞിട്ടാണ് കേസെടുത്തത്. ഉത്തരവാദികളെ സംരക്ഷിക്കാനുള്ള എല്ലാതും എടുത്തു. അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചു. അവിടെ വേണ്ടത്ര നിയമപരമായി എല്ലാ തലത്തിലും ഇവരെ സഹായിക്കാൻ ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് കേസെടുത്തത്. കേസെടുത്തിട്ട് ഇന്ന് ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തില്ല. ഈ പറയപ്പെടുന്ന നെഹ്റു കോളേജിന്റെ ചെയർമാൻ പുഷ്പം പോലെ ഹൈക്കോടതിയിൽ പോയി ജാമ്യമെടുത്തു. സർക്കാർ അഭിഭാഷകൻ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പൊ തുടക്കം മുതൽ സർക്കാർ ഇതിനകത്ത് തികഞ്ഞ അലംഭാവം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തുടർച്ച മാത്രമാണ് ഈ വിഷയത്തിൽ കാണുന്നത്. ഇപ്പൊ ടോംസ് കോളേജിനെതിരെ ഗുരുതരമായ പരാതി വന്നു. അതിന്റെ അഫിലിയേഷൻ റദ്ദാക്കിയ കോളേജ് അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ട് പോലും മാനേജ്മെന്റ് ഒക്കെ നിയമത്തിന്റെ പഴുതുകൾ ഉണ്ടാക്കി രക്ഷപ്പെടുകയാണ്. അവിടെ ജയ്ക്ക് പറഞ്ഞല്ലോ രജനീയ സാനന്ദിന്റെ കാര്യം. രജനീയ സാനന്ദിന്റെ മരണമുണ്ടായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വന്നപ്പോൾ ആ കമ്മീഷന്റെ അന്വേഷണ കമ്മീഷന് മുമ്പിൽ ഹാജരാവാൻ പോലും തയ്യാറാവാതെ പ്രഹസനം നടത്തിയ ഒരു സമരസംഘടനയാണ് SFI. അന്ന് SFI ആ സമരത്തോട് ഒരു ആത്മാർത്ഥത ഇല്ലാതെ ആ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു റിപ്പോർട്ട് പോലും കൊടുക്കാതെ പരാതി പോലും കൊടുക്കാതെ ആ സമരത്തിൽ നിന്ന് മുങ്ങിയവരാണ്, പാതി വഴിയിൽ മുങ്ങിയവരാണ് SFI. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് AICTE ചോദിച്ച റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിലും കേന്ദ്ര സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുന്ന കാര്യത്തിലും ഒരു അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ജെക്സി തോമസ്. ഒപ്പം ഷാജർ ഖാൻ കെ രാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.